എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇത്തരത്തിലുള്ള വീഡിയോസ് ഞാൻ സ്ഥിരമായി ചെയ്യാറുണ്ട്. നിങ്ങൾക്കറിയാം, മാസത്തിൽ 1-2 വീഡിയോ എങ്കിലും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാറുണ്ട്. എനിക്ക് കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്, നിങ്ങൾക്കും ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. ഒരു കാലം വരെയൊക്കെ ക്രെഡിറ്റ് കാർഡുകളെ വല്ലാതെ പേടിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലായിരുന്നു നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഒത്തിരിയധികം വ്യൂസൊക്കെ ലഭിക്കാറുണ്ട്. ആളുകൾ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഇതിന് കൃത്യമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടെന്നേ മുന്നേയൊക്കെ നമുക്ക് പറയാൻ പേടിയായിരുന്നേ. ഈ ക്രെഡിറ്റ് കാർഡുകൾ നല്ലതാണെന്ന് പറയാൻ പേടിയായിരുന്നു. കാരണം അതിന് നെഗറ്റീവ് സൈഡുണ്ട്. ക്രെഡിറ്റ് കാർഡുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനികൾ നിങ്ങളുടെ അടുത്ത് നിന്ന് വലിയ ഇൻട്രസ്റ്റ് ഈടാക്കും എന്നൊക്കെ ഇങ്ങനെ ആളുകൾ വന്ന് പറയായിരുന്നു. പക്ഷെ മനസ്സിലാക്കുക, ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ആ ഒരു പണം തിരിച്ചടക്കേണ്ടത്. ഇനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യം പറഞ്ഞ സമയത്ത് പണം തിരിച്ചടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പലിശ കൊടുക്കേണ്ടതുമില്ല. അപ്പോൾ വേറെ ഒരു ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ കുറച്ച് പണം നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്, നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാം, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തിരിച്ചടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ പലിശയില്ല. അതൊരു വലിയ അഡ്വാൻറ്റേജ് അല്ലേ? ഒരാൾ നിങ്ങളുടെ കയ്യിൽ 1,00,000 രൂപ കൊണ്ടുവന്ന് തന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചോളൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊരു വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും അല്ലേ അത്? നിത്യജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ സംഭവിക്കത്തില്ല. നമുക്ക് വളരെ ഇഷ്ടമുള്ള ആളുകൾ പോലും അവരുടെ കയ്യിൽ വെറുതെ പൈസ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവന്ന് തരുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഇതിനെ നോക്കി കണ്ടു കഴിഞ്ഞാൽ, അതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഒരു സംവിധാനമാണ് ക്രെഡിറ്റ് കാർഡുകൾ എന്ന് പറയുന്നത്. ഈ ലോണൊക്കെ എടുക്കാനായിട്ട്, പേഴ്സണൽ ലോണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലോണോ എടുക്കാനായിട്ട് ബാങ്കുകളിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം, നിങ്ങളുടെ പേരിൽ വസ്തു ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ഇതുമായിട്ട് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ 100,000 ഫോർമാലിറ്റീസിൽ കൂടെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോവേണ്ടി വരും. ഈ കഴിഞ്ഞ വർഷം ഒരു 7,00,000 രൂപ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ 7,00,000 രൂപ എൻ്റെ വീടിൻ്റെ ഡോക്യുമെൻറ്റിൽ ടോപ്പപ്പ് ചെയ്യാനായിട്ട്, ഹോം ലോണിൽ ടോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പേപ്പർ വർക്ക് ഞാൻ ചെയ്യുകയാണ്. എത്ര ദിവസം അതിനുവേണ്ടി ഞാൻ കളഞ്ഞു എന്നുള്ളതാണ്. വില്ലേജ് ഓഫീസിൽ പോയിട്ട് പേപ്പർ വാങ്ങണം, രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഒരു പേപ്പർ വാങ്ങണം, ബാധ്യതാ സർട്ടിഫിക്കറ്റ്, മറ്റേ സർട്ടിഫിക്കറ്റ്, പ്ലാന്, പദ്ധതി, എല്ലാ സാധനങ്ങളും നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടേ കൊടുക്കണം. ഒരു തവണ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഏതെങ്കിലും ഡോക്യുമെൻ്റ് ലോണുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ഒരു ഡോക്യുമെൻറ്റിന് ഒരു 3 ദിവസം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇപ്പോൾ ഒരു മാസം നമ്മൾ ഇതിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ, ഒരു ലോണിന് വേണ്ടി പുറകെ നടന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന നഷ്ടം എത്രയാണ്? ഒരു 1,500-2,000 രൂപയ്ക്കൊക്കെ ഒരു ദിവസം ഒരു സാധാരണക്കാരൻ മലയാളി പണിയെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒരു ദിവസം പണിക്ക് പോകാതിരുന്നു കഴിഞ്ഞാൽ 2,000 രൂപ നഷ്ടമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡിൻ്റെയൊക്കെ പലിശകളെക്കാളും കൂടുതലാണ് നമ്മളുടെയൊക്കെ ലോണുമായി ബന്ധപ്പെട്ട്, ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ചിലവാക്കുന്ന എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് ഇങ്ങനെ പ്രീ അപ്രൂവ്ഡ് ആയിട്ടുള്ള പൈസ, അതായത് 1,00,000 രൂപ 2,00,000 രൂപയൊക്കെ നിങ്ങൾക്ക് ബാങ്ക് തരികയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് കൈ വെച്ചോളുക, ഉപയോഗിക്കേണ്ട എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ. വീഡിയോയിലെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ്, ചെറിയൊരു വരുമാനമുള്ള തുടക്കക്കാർക്ക് പോലും ഈസി ആയിട്ട് അപ്രൂവ് ആവുന്ന, നല്ല സൗകര്യങ്ങളുള്ള, ധാരാളം ഓഫറുകളുള്ള, ബെനിഫിറ്റുകളുള്ള 2 കാർഡുകൾ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അതിലൊന്ന് നമ്മുടെ ആക്സിസിൻ്റെ നിയോ കാർഡാണ്. പിന്നീടുള്ളത് IDFC ഫസ്റ്റ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ്. ഈ 2 കാർഡുകളുടെയും ഓഫറുകളെ കുറിച്ചിട്ട് ഞാനൊന്ന് പറയുകയാണ്. ഈ 2 കാർഡുകളും അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി മാത്രം അപ്ലൈ ചെയ്യുക കേട്ടോ. ആ ഒരു ലിങ്ക് വഴി മാത്രം അപ്ലൈ ചെയ്യുന്ന സമയത്താണ് എനിക്കും നിങ്ങൾക്കും ബെനിഫിറ്റ് ലഭിക്കുന്നത്. ഈ 2 കാർഡുകൾക്കും ജോയിനിങ് ഫീയോ അല്ലെങ്കിൽ ആനുവൽ ഫീയോ ഒന്നും അവർ പറയുന്നില്ല. ആക്സിസ് നിയോ കാർഡിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, ഏറ്റവും കൂടുതൽ ഓഫറുകൾ കിട്ടുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൊമാറ്റോയിൽ നിങ്ങൾക്ക് 40% ഡിസ്കൗണ്ട് നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 15% ഡിസ്കൗണ്ട് ഓൺ ഈസി ഡിന്നർ, 5% ഡിസ്കൗണ്ട് ഓൺ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ്സ് Paytm. നിങ്ങൾ കറണ്ട് ചാർജോ ഫോൺ റീചാർജോ ഒക്കെ Paytm വഴി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 5% കിട്ടും. പിന്നെ ബ്ലിങ്കിറ്റിൽ നിങ്ങൾ 750 രൂപയുടെയൊക്കെ പർച്ചേസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ 10% ഓഫറുണ്ട്. അതേപോലെ തന്നെ മിന്ത്രയിലൊക്കെ നിങ്ങൾ 999 രൂപ മുതൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓഫറുണ്ട്. 999 രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 150 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. അതേപോലെ ഈ ഒരു കാർഡ് ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് ഒരു ആക്ടിവേഷൻ ബെനിഫിറ്റ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് 100% ക്യാഷ് ബാക്ക് അപ് ടു 300 ഓൺ ഫസ്റ്റ് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് 150 രൂപയാണ്. നിങ്ങളത് അടയ്ക്കുന്ന സമയത്ത് 100% ക്യാഷ് ബാക്ക്, 100% വരെ ക്യാഷ് ബാക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇവർ പറയുന്നത്. ആക്സിസ് ബാങ്കിൻ്റെ നിയോ ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. വെറും 7 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കാർഡ് എടുക്കാവുന്നതാണ്. കംപ്ലീറ്റ്ലി ഡിജിറ്റൽ പ്രോസസ്സാണ്. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് നൽകിയിട്ടുണ്ട്. ഇനി IDFC ഫസ്റ്റ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ്, അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങൾ വളരെ ആലോചിച്ചിട്ട് മാത്രം കൈകാര്യം ചെയ്യുക. 45 ദിവസം വരെ നിങ്ങൾക്ക് ATMൽ നിന്ന് ഫ്രീ ക്യാഷ് വിഡ്രോവലുണ്ട്. ATMൽ നിന്ന് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് 45 ദിവസം വരെ പണം പിൻവലിക്കാനായിട്ട് സാധിക്കും. 45 ദിവസത്തേക്ക്. അതിനു മുമ്പ് തിരിച്ച് അടയ്ക്കണം. അതിനു മുമ്പ് തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ
വൻ ഇൻട്രസ്റ്റ് ആയിരിക്കും അവർ ഈടാക്കുക. അതേപോലെ തന്നെ 3x റിവാർഡ്സ് ഉണ്ട്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സ്പെൻഡിങ്ങിലൊക്കെ നിങ്ങൾക്ക് ഓഫറുകൾ ലഭിക്കും. നിങ്ങൾക്കറിയാം ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിന് നല്ല ഓഫറൊക്കെ കാണിക്കാറുണ്ട്. എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഉണ്ട്. നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. ഫോർ കോംപ്ലിമെൻ്ററി റെയിൽവേ ലോഞ്ച് ആക്സസ് ഉണ്ട്. അപ്പോൾ റെയിൽവേയിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ മൂവി ടിക്കറ്റിൽ 25% to 75% ഓഫറുണ്ട്. ഡൈനിങ് ഓഫറുണ്ട്. വെൽക്കം ഓഫറായിട്ട് നിങ്ങൾ 30 ദിവസത്തിനുള്ളിൽ 5000 രൂപ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ ലഭിക്കുന്നതാണ്. ക്യാഷ് ബാക്ക് ഓൺ EMI, 5% ക്യാഷ് ബാക്ക് അപ് ടു 1000 ഓൺ ദ ട്രാൻസാക്ഷൻ വാല്യൂ ഓഫ് ദ ഫസ്റ്റ് EMI ഡൺ വിത്തിൻ 30 days ഓഫ് കാർഡ് ജനറേഷൻ. നിങ്ങൾ കാർഡ് എടുത്ത് 30 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും EMIയിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനും 5% ക്യാഷ് ബാക്ക് 1000 രൂപ വരെ അപ് ടു 1000 ആണ് കേട്ടോ. 1000 വരെയൊക്കെ ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ അഡീഷണൽ ബെനിഫിറ്റ് ഈ ഒരു കാർഡ് എടുക്കുന്ന ആളുകൾക്ക് ഒരു 10 ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ ഉണ്ട് എന്നും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 കാർഡുകൾ എടുക്കാൻ വേണ്ടിയുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിസ്സാര സമയം കൊണ്ട് നിങ്ങൾക്ക് അപ്രൂവൽ ലഭിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതറിയാം. കാർഡ് ഒരു 7 ദിവസത്തിനുള്ളിലൊക്കെ നിങ്ങളുടെ കൈകളിൽ എത്തുന്നതാണ്. ഇനിയിപ്പം ചില ആളുകൾ പറയും അതിന് ക്രെഡിറ്റ് കാർഡിന് വർഷം ഫീസ് ഉണ്ട്. ഓക്കെ, 500 രൂപ 400 രൂപ ഫീസല്ലേ, പക്ഷേ 2 ലക്ഷം രൂപ നമ്മുടെ കയ്യിലിരിക്കുകയല്ലേ. അത് എത്ര ചെറിയൊരു തുകയാണെന്നുള്ളത് ഫിനാൻസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കറിയാം. ഈ 500, 600 അല്ലെങ്കിൽ 1000 രൂപ വരെ ഒരു വർഷം കാർഡിൻ്റെ ചാർജ് എന്ന് പറയുന്ന അത്ര വലിയ എമൗണ്ട് ഒന്നുമല്ല. ഇനി ഈ 1000 രൂപ ആർക്ക് കൊടുക്കണം? അപ്പം നിങ്ങൾ എല്ലാ ദിവസവും ഫ്യൂവൽ അടിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡിൽ നിന്നിട്ട് മാസം ഫ്യൂൽ അടിക്കാനായിട്ട് പറ്റുമല്ലോ. എന്നിട്ട് മാസാവസാനം നിങ്ങൾക്ക് സാലറി കിട്ടുന്ന സമയത്ത് അത് തിരിച്ചടച്ചാൽ മതി. അങ്ങനെ സ്ഥിരമായിട്ട് ആ ഒരു കാർഡ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചാർജ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ റിവാർഡ് പോയിന്റുകളും അതിനോടൊപ്പം തന്നെ വരും. അപ്പോൾ ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിലവുകൾ ക്രെഡിറ്റ് കാർഡിൽ നിന്നാക്കുക, വരവ് വരുന്ന സമയത്ത് ഒന്നിച്ച് ക്രെഡിറ്റ് കാർഡിൽ അടയ്ക്കുക എന്ന് പറയുന്ന സിമ്പിൾ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ UPI പേയ്മെൻ്റ് ഒക്കെ ഉണ്ട്. ബേസിക് കടയിലും ചായക്കടയിലും പലചരക്കടയിലും എല്ലായിടത്തും ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് പറ്റും. UPI ക്രെഡിറ്റ് കാർഡ് എടുത്താൽ മതി. ഗൂഗിൾ പേയിൽ അത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും വളരെ എളുപ്പമല്ലേ. ടാക്സ് ഒക്കെ ഫയൽ ചെയ്യുന്ന ആളുകൾക്ക് ഈ വലിയ സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഒരു കെട്ട് കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഓക്കെ, ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ ചിലവുകൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ. ഒറ്റ സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്താൽ പോരെ. എന്താണ് ഈ ഒരു കോൺസെപ്റ്റ്? ഇതുവരെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാത്ത എന്താണെന്ന് അറിയത്തില്ലാത്ത ആളുകൾക്ക് വേണ്ടി വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്. ബാങ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്വഭാവമൊക്കെ കണ്ടിട്ട്, ഫിനാൻഷ്യൽ സ്വഭാവം, നിങ്ങൾ കടമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കുന്ന ഒരാളാണ് എന്നുള്ള നിങ്ങളുടെ നല്ല സ്വഭാവമൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തിരിച്ചടയ്ക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളെ 1 ലക്ഷം രൂപ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടത് എപ്പോഴാണ്? നിങ്ങൾ ആ 1 ലക്ഷം രൂപ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്താണ്. 1 ലക്ഷം, 20,000, 30,000, 2 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം വരെയുള്ള കാർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ചുറ്റുപാടൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്കൊരു 50,000 രൂപയുടെ ക്രെഡിറ്റ് കാർഡാണ് അനുവദിച്ചത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു 50,000 രൂപയുടെ ക്രെഡിറ്റ് കാർഡ് പേഴ്സിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഈ ക്രെഡിറ്റ് കാർഡ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലും വാങ്ങണമെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. അല്ലെങ്കിൽ ആരും നിങ്ങളെ നിർബന്ധിക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് വെറുതെ പേഴ്സ് വെച്ചുകൊണ്ട് നടക്കാം. നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങളുടെ ഫോൺ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം, അത്യാവശ്യമാണെങ്കിൽ മാത്രം ഫോൺ അപ്ഡേറ്റ് ചെയ്യാം, മാസം അവസാനം ശമ്പളം കിട്ടുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ 15-ാം തീയതി ആയിട്ടുള്ളൂ. ആ ഒരു സമയത്ത് ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി. എന്ത് ചെയ്യാം? നിങ്ങളുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് 10-25,000 രൂപ മുടക്കി ഒരു ഫോൺ വാങ്ങുന്നു. 25,000 രൂപയുടെ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ റിവാർഡ് പോയിൻറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ ചില ക്രെഡിറ്റ് കാർഡുകൾക്ക് ഫോണൊക്കെ വാങ്ങുന്ന സമയത്ത് 1000, 2000 ഒക്കെ ഓഫറായിട്ട് നിങ്ങൾക്ക് കുറവ് കിട്ടും. അപ്പോൾ അതും കൂടെ ഉപയോഗിച്ച് നിങ്ങൾ ഫോൺ വാങ്ങിച്ചു. 2000 രൂപ ലാഭമായേ, അല്ലെങ്കിൽ 1000 രൂപ ലാഭമായേ. മാസാവസാനം നിങ്ങൾക്ക് പണം കിട്ടുന്ന സമയത്ത്, സാലറി കിട്ടുന്ന സമയത്ത് തിരിച്ച് 25,000 രൂപ കാർഡിൽ അടയ്ക്കുന്നു. 25,000 രൂപയുടെ ബില്ലല്ലേ വന്നത്. ആ 25,000 രൂപ നിങ്ങൾ അങ്ങ് അടച്ചു കഴിയുമ്പോഴത്തേന് പരിപാടി തീർന്നു. നിങ്ങൾക്ക് പലിശ വല്ലതും ആയോ? ഇല്ല. നിങ്ങളിനി അത് EMI ആക്കിയെങ്കിൽ മാത്രമാണ് പലിശ ആവുക. EMI ഒക്കെ ആയിട്ട് പിന്നെ തരാമെന്നൊക്കെ പറയുമ്പോൾ പലിശയൊക്കെ കൊടുക്കേണ്ടി വരും. പക്ഷേ നിങ്ങളുടെ കാര്യം നടന്നോ? ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾ EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ. EMI ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ ഈ ഒരു 25,000 രൂപ കാർഡിൽ നിന്ന് എടുത്തു, അത് 6 മാസം കൊണ്ടേ ഞാൻ തരത്തുള്ളൂ എന്ന് ബാങ്കിനോടൊക്കെ പറയുന്ന സമയത്താണ് അവർ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 18% ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. നിങ്ങൾ ഇപ്പോൾ കടയിൽ പോയിട്ട് തവണ അവസ്ഥയിൽ ഫോൺ വാങ്ങുന്നതിനേക്കാളും ലാഭമായിരിക്കും ക്രെഡിറ്റ് കാർഡിൽ നിന്ന് തവണ അവസ്ഥയിൽ ഫോൺ വാങ്ങുന്നത്. ബാക്കി നോ കോസ്റ്റ് EMI എന്നൊക്കെ പറയുന്നതിനകത്തുള്ള അതേ ചാർജൊക്കെ തന്നെയാണ് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഉണ്ടാവുന്നത്. എന്നാൽ ക്രെഡിറ്റ് കാർഡുകളുടെ ഓഫറുകൾ അതിനകത്ത് ഉണ്ടാവത്തില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ബജാജിൻ്റെ EMI കാർഡ് ഉണ്ടല്ലോ, അതിലൊന്നും ക്രെഡിറ്റ് കാർഡുകളുടെ ഇതുപോലെയുള്ള ഓഫറുകൾ ഓരോ കമ്പനിക്ക് എന്ന് പറയുന്ന ബജാജിൻ്റെ കാർഡ് കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇത്ര ഓഫർ എന്നൊന്നും പലപ്പോഴും നമുക്ക് ലഭിക്കാറില്ല. അവർക്ക് പ്രോസസ്സിംഗ് ചാർജും കൂടുതലാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡുകൾ എടുത്ത് കയ്യിൽ വെച്ചോളുക. ഒരു എമർജൻസി സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പോലും ഇത് റെക്കമെൻഡ് ചെയ്യാറുണ്ട് പല ആളുകളും. എന്നാൽ ഞാനിതിനെ ഒരു എമർജൻസി ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫണ്ടാണ്.
നിങ്ങൾക്കത് ഉപയോഗിച്ചതിന് ശേഷം തിരിച്ചു വെച്ചില്ല എങ്കിലും അതിന് പലിശ ആരും ഈടാക്കത്തില്ല. പക്ഷേ എമർജൻസി ഫണ്ടായിട്ട് ക്രെഡിറ്റ് കാർഡിന് ഉപയോഗിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അൺഎക്സ്പെക്റ്റഡ് എമർജൻസി, ഒരു മെഡിക്കൽ എമർജൻസിയിൽ 1,00,000 രൂപ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നിങ്ങൾ സ്പെൻഡ് ചെയ്തു. അൺഎക്സ്പെക്റ്റഡ് എമർജൻസിയാണ്, നിങ്ങളുടെ വേറെ ഫണ്ടൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് 1,00,000 രൂപ നിങ്ങൾ ഉടനെ തിരിച്ചടയ്ക്കുക? അപ്പോൾ അത് 6 മാസത്തേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ 1 വർഷത്തേക്ക് നിങ്ങൾ EMI ആക്കേണ്ടി വരും. പിന്നെ എല്ലാ മാസവും അടയ്ക്കേണ്ടി വരും, പലിശ കൊടുക്കേണ്ടി വരും. വീണ്ടും നിങ്ങൾക്കൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡിൽ ഫണ്ടില്ല, അപ്പോൾ വേറെ എവിടെ നിങ്ങൾ റോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് മൊത്തത്തിൽ തകിടം പറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എമർജൻസി ഫണ്ട് വേറെ വെക്കണം, ക്രെഡിറ്റ് കാർഡ് വേറെ വെക്കണം. എന്താണ് എമർജൻസി ഫണ്ട്? ഒരു 3-4 മാസം നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന് തത്തുല്യമായിട്ടുള്ള ഒരു തുക ഫണ്ടായിട്ട് മാറ്റി വയ്ക്കാം. 2 മാസമോ അല്ലെങ്കിൽ 3 മാസമോ നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിലും അതുകൊണ്ട് ജീവിക്കാനായിട്ട് പറ്റണം. ഈ ഒരു കാലഘട്ടത്തിന് യോജിക്കുന്ന ആളുകൾ അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ടുന്ന ഒരു സൗകര്യമൊക്കെ തന്നെയാണ് ഈ ക്രെഡിറ്റ് കാർഡുകൾ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാവാനായിട്ട്, നശിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു സംഗതിയൊക്കെ തന്നെയാണ് ഈ ക്രെഡിറ്റ് കാർഡുകൾ എന്ന് നമ്മൾ പറയുന്നത്. അത് ഏത് പണമാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണെന്നേ. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡുകളുള്ള ഒരാൾ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പണം സ്പെൻഡ് ചെയ്യുന്നു. ഇതില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ഇല്ലാത്ത ആളുകളെല്ലാം ഫിനാൻഷ്യൽ ഡിസിപ്ലിനുള്ള ആളുകളാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ചില ആളുകൾ വെറുതെ കടം വാങ്ങിച്ചും വീട് പണയം വെച്ചിട്ടും ഒക്കെ ദുർച്ചെലവുകൾ നടത്താറുണ്ട്. സുഹൃത്തുക്കളിൽ നിന്ന് വാങ്ങി ദുർച്ചെലവ് നടത്താറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാവാനായിട്ടുള്ള ഒരു മാർഗ്ഗമായിട്ട് ഞാൻ ക്രെഡിറ്റ് കാർഡിനെ നോക്കി കാണുന്നുണ്ട്. കാരണം കാർഡുകൾ വരുന്ന സമയത്ത് ചിലവുകളിൽ ഒരു നിയന്ത്രണം ഉണ്ടാവും. മാസാവസാനം അത് കൃത്യമായിട്ട് അടയ്ക്കും. അത് അടച്ചില്ല എന്നുണ്ടെങ്കിൽ സിബിൽ സ്കോർ കുറയും. അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വീണ്ടും വീണ്ടും കാർഡുകളൊക്കെ അപ്രൂവ് ആവുന്ന സമയത്ത് നമ്മൾക്ക് ആ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കി കൂടുതൽ കാർഡുകൾ കരസ്ഥമാക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവും. ഇപ്പം ഞാനൊക്കെ ക്രെഡിറ്റ് കാർഡുകൾ കൈവശം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാനായിട്ട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. കറക്റ്റായിട്ട് ഫ്യൂൽ അടിക്കും. അതേപോലെ തന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പർച്ചേസുകൾ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കും, ഡ്രസ്സൊക്കെ വാങ്ങുന്ന സമയത്ത് ഉപയോഗിക്കും. അല്ലാതെ ഒന്നും നമ്മൾ EMIയിലൊന്നും ഒരു സാധനം ഇതിനകത്ത് ഞാൻ വാങ്ങാറില്ല പേഴ്സണലി. കാരണം എനിക്ക് ക്രെഡിറ്റ് കാർഡുകളിൽ നിന്ന് EMIയിൽ പലിശ കൊടുത്ത് വാങ്ങുമ്പോഴത്തേക്ക് വലിയ സന്തോഷമൊന്നുമില്ല. പക്ഷേ ബാങ്കുകളിലെ കുറേയധികം പണം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൻ്റെ പുറത്ത് ഞാൻ കാർഡുകൾ കിട്ടുമ്പോൾ എടുത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കാർഡുകൾക്ക് ഉപയോഗിക്കുന്ന ആളുകൾ അതിൻ്റെ ബെനിഫിറ്റുകൾ പറയുക. അപകട നില തരണം ചെയ്തിട്ട് ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആളുകളുടെ അനുഭവങ്ങളും കേൾക്കാൻ താല്പര്യമുണ്ട്. നന്ദി.